നമസ്കാരം. പ്രവാസലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി ഗൾഫ് ടുഡേ നമുക്ക് ആരംഭിക്കാം. പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. വാർത്തകൾ വിശദമായി നോക്കാം. UAE-യിൽ സ്കൂൾ ഹാജർ നിയമങ്ങൾ കർശനമാക്കുന്നു. പൊതു അവധി ദിവസങ്ങൾക്ക് മുൻപുള്ള ദിവസങ്ങളിൽ ഹാജർ കുറയുന്ന സാഹചര്യത്തിലാണ് നടപടി. അനാവശ്യമായി കുട്ടികൾ അവധിയിലാകുന്നതിന് പ്രധാന കാരണം മാതാപിതാക്കളുടെ അലംഭാവമാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി സാറ ബിൻത് യൂസഫ് അൽ അമീരി വ്യക്തമാക്കി. വെള്ളിയാഴ്ച ദിവസങ്ങളിലും പൊതു അവധിക്ക് മുൻപുള്ള ദിവസങ്ങളിലും UAE-യിലെ സ്കൂളുകളിൽ ഹാജർ നില കുറവാണ്. ഒരുമിച്ച് അവധികൾ വരുന്നതിനാൽ കുട്ടികൾ ഈ ദിവസങ്ങൾ കൂടി ക്ലാസ്സിലെത്തുന്നില്ല. ഇത് കണക്കിലെടുത്ത് ഹാജർ നിയമങ്ങൾ കടുപ്പിക്കാനാണ് നീക്കം. ഹാജർ രേഖപ്പെടുത്തുന്നത് ഇലക്ട്രോണിക്കലായാണ്. സാമാന്യ നിലയിൽ ഒരു വർഷം 15 അവധികളാണ് കുട്ടികൾക്ക് എടുക്കാനാവുക. വെള്ളിയാഴ്ചയോ മറ്റു പൊതു അവധി തുടങ്ങുന്ന ദിവസത്തിനോ മുൻപ് അവധിയെടുത്താൽ 2 അവധിയായി കണക്കാക്കും. 15 അവധിയിൽ കൂടുതൽ വന്നാൽ കുട്ടികളുടെ സർട്ടിഫിക്കറ്റും പ്രൊമോഷനും തടഞ്ഞുവെക്കും. മാതാപിതാക്കളെത്തി കാര്യങ്ങൾ വിശദീകരിച്ചാൽ മാത്രമേ ഇതിൽ ഇളവ് നൽകുകയുള്ളൂ. മാതാപിതാക്കളുടെ ഉത്തരവാദിത്വക്കുറവും അലംഭാവവുമാണ് കുട്ടികളുടെ അറ്റൻഡൻസ് കുറയുന്നതിന് കാരണമാകുന്നതെന്നാണ് വിലയിരുത്തൽ. അനാവശ്യമായി അവധിയെടുക്കുന്ന കുട്ടികളെ രക്ഷകർത്താക്കൾ എത്തിയാൽ മാത്രമേ പിന്നീട് ക്ലാസ്സിൽ പ്രവേശിപ്പിക്കുകയുള്ളൂ. പൊതു അവധി ദിവസങ്ങൾക്ക് മുൻപുള്ള ദിവസം വിവിധ പരിപാടികൾ സംഘടിപ്പിക്കാനും വിദ്യാഭ്യാസ വകുപ്പ് സ്കൂളുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടുതൽ അറ്റൻഡൻസ് ഉള്ള കുട്ടികൾക്ക് സമ്മാനം നൽകും. കുട്ടികൾക്കും മാതാപിതാക്കൾക്കുമായി ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കാനും നിർദ്ദേശമുണ്ട്. 24 ദുബായ്. ഖത്തറിൽ റമദാനിൽ സ്വകാര്യ സ്ഥാപനങ്ങളുടെ പ്രവൃത്തി സമയം തൊഴിൽ മന്ത്രാലയം പ്രഖ്യാപിച്ചു. റമദാനിൽ ആഴ്ചയിൽ 36 മണിക്കൂറും ഒരു ദിവസം പരമാവധി 6 മണിക്കൂറും മാത്രമായിരിക്കും പ്രവൃത്തി സമയമെന്ന് മന്ത്രാലയം അറിയിച്ചു. നിലവിലെ ജോലി സമയത്തിൽ 2 മണിക്കൂർ കുറവ് മാത്രം റമദാനിൽ ജോലി ചെയ്താൽ മതിയാകും. ഖത്തറിൽ നാളെ മുതൽ താപനില കുറയുമെന്ന് കാലാവസ്ഥാ വിഭാഗം. നാളെ വൈകിട്ട് മുതൽ തണുപ്പ് കൂടുമെന്നും രാജ്യത്ത് അനുഭവപ്പെടുന്ന ശക്തമായ വടക്കു പടിഞ്ഞാറൻ കാറ്റിന്റെ ഫലമാണിതെന്നും അധികൃതർ പറഞ്ഞു. ഇന്ത്യൻ എംബസി കുവൈത്തിൽ വർണ്ണാഭമായ ഭാരത് മേള 2026 സംഘടിപ്പിച്ചു. ഗ്രീൻ ഐലൻഡിൽ നടന്ന പരിപാടിയിൽ 2.5 ലക്ഷത്തോളം സന്ദർശകർ പങ്കെടുത്തു. ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും വൈവിധ്യമാർന്ന രുചിക്കൂട്ടുകളും കലാരൂപങ്ങളും കോർത്തിണക്കി കുവൈറ്റിലെ ഗ്രീൻ ഐലൻഡിൽ ഇന്ത്യൻ എംബസി സംഘടിപ്പിച്ച ഭാരത് മേള 2026 ജനസാഗരമായി മാറി. ടൂറിസ്റ്റിക് എന്റർപ്രൈസസ് കമ്പനിയുമായി സഹകരിച്ച് സംഘടിപ്പിച്ച മേളയിൽ 2.5 ലക്ഷത്തോളം സന്ദർശകർ പങ്കെടുത്തു. അറേബ്യൻ ഗൾഫ് റോഡിലെ പ്രശസ്തമായ ഗ്രീൻ ഐലൻഡ് ബീച്ചിൽ നടന്ന ചടങ്ങിൽ നിയുക്ത ഇന്ത്യൻ സ്ഥാനപതി പ്രമിത ത്രിപാഠി മേള ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ തനതായ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെയാണ് ഉദ്ഘാടന ചടങ്ങുകൾ നടന്നത്. ഇന്ത്യയും കുവൈറ്റും തമ്മിലുള്ള ദീർഘകാല സൗഹൃദം ശക്തിപ്പെടുത്തുന്നതിനും ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാക്കുന്നതിനും ഇത്തരം സാംസ്കാരിക കൂട്ടായ്മകൾ അനിവാര്യമാണെന്ന് സ്ഥാനപതി തന്റെ പ്രസംഗത്തിൽ വ്യക്തമാക്കി. ഉത്തരേന്ത്യൻ വിഭവങ്ങൾ മുതൽ തെന്നിന്ത്യൻ രുചികൾ വരെയുള്ള പ്രശസ്തമായ സ്ട്രീറ്റ് ഫുഡുകളും മധുരപലഹാരങ്ങളും വിളമ്പുന്ന 30-ലധികം സ്റ്റാളുകൾ മേളയിൽ സജീവമായിരുന്നു. 700-ലധികം കലാകാരന്മാർ അണിനിരന്ന 57 കലാപ്രകടനങ്ങളാണ് അരങ്ങേറിയത്. ക്ലാസിക്കൽ നാടൻ നൃത്തങ്ങൾ, പരമ്പരാഗത സംഗീതം, യോഗ, കളരിപ്പയറ്റ് തുടങ്ങിയ പരിപാടികൾ നടന്നു. ബോറ സമൂഹത്തിന്റെ ബുർഹാനി ബാൻഡ്, പഞ്ചവാദ്യം, പഞ്ചാബി ദോൾ, ഫ്ലാഷ് മോബ് എന്നിവ മേളയ്ക്ക് ആവേശം പകർന്നു. ഇന്ത്യൻ കരകൗശല വസ്തുക്കൾ, തുണിത്തരങ്ങൾ, ടൂറിസം സാധ്യതകൾ എന്നിവയുടെ പ്രദർശനവും മേളയിൽ ഉണ്ടായിരുന്നു. സന്ദർശകർക്ക് പരമ്പരാഗത വസ്ത്രങ്ങൾ ധരിക്കാനും മെഹന്തി അണിയാനുമുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു. പരിസ്ഥിതി സൗഹൃദ പദ്ധതിയായ അമ്മയുടെ പേരിൽ ഒരു മരം എന്ന സംരംഭവും ശ്രദ്ധിക്കപ്പെട്ടു. ഉച്ചയ്ക്ക് 12 മണി മുതൽ രാത്രി 8 മണി വരെ നീണ്ടുനിന്ന മേളയിൽ പ്രവേശനം സൗജന്യമായിരുന്നു. കുട്ടികൾക്കായി പ്രത്യേക കളിസ്ഥലവും വിനോദ പരിപാടികളും സജ്ജീകരിച്ചിരുന്നു. ഇന്ത്യൻ കമ്മ്യൂണിറ്റി അംഗങ്ങൾ കൂടാതെ കുവൈറ്റ് പൗരന്മാരും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നയതന്ത്ര പ്രതിനിധികളും മേളയിൽ സജീവമായി പങ്കെടുത്തു. ക്യാമറാമാൻ റസാഖ് ചെറുതുരുത്തിക്കൊപ്പം ജലിൻ തൃപ്രയാർ, 24 കുവൈറ്റ്. ആഗോള സിനിമാ ഭൂപടത്തിൽ മലയാളത്തിന് അഭിമാന തിലകം. ഓസ്കർ അക്കാദമി മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ച ഭ്രമയുഗത്തിന് നിറഞ്ഞ കയ്യടിയുമായി കാണികൾ. ബോളിവുഡിലെ ഇതിഹാസമാണ് മമ്മൂട്ടി എന്ന പരാമർശം സമൂഹമാധ്യമത്തിൽ വൈറലാണ്. വെർ ഫോറസ്റ്റ് മീറ്റ്സ് ദ സീ എന്ന പ്രത്യേക വിഭാഗത്തിലാണ് തെരഞ്ഞെടുക്കപ്പെട്ട ഏക ഇന്ത്യൻ സിനിമ കൂടിയായിരുന്നു ഭ്രമയുഗം. ഞാനിപ്പോൾ നിൽക്കുന്നത് സിനിമയുമായി ബന്ധപ്പെട്ട് ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമായ ലോസ് ആഞ്ചലസിലുള്ള അക്കാഡമി മ്യൂസിയം ഓഫ് മോഷൻ പിക്ചേഴ്സിലാണ്. ലോകമെമ്പാടുമുള്ള സിനിമകളിൽ നിന്നും ഫോക്ലോർ അടിസ്ഥാനമായുള്ള നല്ല സിനിമകൾ കണ്ടെത്തി ഇവിടെ ഇപ്പോൾ സ്ക്രീൻ ചെയ്തു വരികയാണ്. വേർ ദ ഫോറസ്റ്റ് മീറ്റ്സ് ദ സീ എന്നാണ് അക്കാഡമി മ്യൂസിയം ഈ സീരീസിന് നൽകിയിരിക്കുന്ന പേര്. ഈ സീരീസിന് വേണ്ടി ഇന്ത്യയിൽ നിന്നും ഒരേ ഒരു സിനിമയാണ് അക്കാഡമി തിരഞ്ഞെടുത്തിട്ടുള്ളത്. അത് ഒരു മലയാള സിനിമയായത് ഒട്ടും യാദൃശ്ചികമല്ല. മേക്കിംഗ് കൊണ്ടും കഥ കൊണ്ടും അഭിനയം കൊണ്ടും നമുക്കെല്ലാം പ്രിയപ്പെട്ട സിനിമയായ ഭ്രമയുഗമാണ് ഇന്ന്
ഇന്നിവിടെ ഫെബ്രുവരി 12 സ്ക്രീൻ ചെയ്യുന്നത്. റിലീസ് ചെയ്ത സമയത്ത് തന്നെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷക പ്രശംസ നേടിയ സിനിമയാണ് രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത് മമ്മൂക്ക ലീഡ് റോളിലെത്തിയ ഭ്രമയുഗം. ഇതാണ് അത്യാധുനിക ടെക്നോളജി ഉപയോഗിച്ചുള്ള അക്കാഡമി മ്യൂസിയത്തിലെ ടെറ്റ്മാൻ തിയേറ്റർ. ഇവിടെയാണ് നമ്മുടെ സിനിമ സ്ക്രീൻ ചെയ്യുന്നത്. This evening we are screening Brahma Yugam and it is directed by Rahul Sadasivan. അങ്ങനെ ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് അഭിമാനവും സന്തോഷവും പകർന്നുകൊണ്ട് മലയാള സിനിമ വീണ്ടും ഒരു ചരിത്രം കുറിച്ചിരിക്കുന്നു. ലോസ് ആഞ്ചലസിലെ അക്കാഡമി മ്യൂസിയത്തിൽ നിന്നും കവിത രാജ്, 24 ന്യൂസ്. ആറങ്ങോട് സംയുക്ത മഹൽ അസോസിയേഷൻ ദോഹയിൽ അഹ്ലൻ റമദാൻ പേരിൽ ആത്മീയ സദസ്സ് സംഘടിപ്പിച്ചു. FCC ഹാളിൽ നടന്ന പരിപാടിയിൽ AP അബ്ദുൽ അസീസ് ബാഖവി അരൂർ റമദാൻ മുന്നൊരുക്കം വിഷയത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. പ്രസിഡന്റ് അഷ്റഫ് കല്ലുള്ളത്തിൽ അധ്യക്ഷത വഹിച്ചു. അസ്മക്ക് മുഖ്യ രക്ഷാധികാരി രാമത്ത് മീത്തൽ കുഞ്ഞമ്മദ് ഉദ്ഘാടനം ചെയ്തു. നജീബ് അടിക്കൂൽ, അൻസാർ പുനത്തിൽ, ഇസ്മായിൽ കല്ലുള്ളത്തിൽ, ഫസൽ NM, സബീർ CTK എന്നിവർ പങ്കെടുത്തു. ഷംസീർ KK, നൌഷാദ് KTK, ഷാജി പള്ളിക്കര, കരീം PP എന്നിവർ നേതൃത്വം നൽകി. തൃശൂർ കൊടുങ്ങല്ലൂർ സ്വദേശി ദോഹയിൽ നിര്യാതനായി. അഴീക്കോട് സ്വദേശി ഷഫീർ കല്ലുങ്ങലാണ് ഹൃദയാഘാതം മൂലം മരിച്ചത്. 38 വയസ്സായിരുന്നു. 10 വർഷത്തിലധികമായി ഖത്തറിലെ സ്വകാര്യ കമ്പനിയിൽ ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്നു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു. 2025 സാമ്പത്തിക വർഷത്തിൽ 71,000-ലധികം കോടി രൂപയുടെ റെക്കോർഡ് വരുമാനം നേടിയ ലുലു റീട്ടെയിൽ 1,785 കോടി രൂപയുടെ വാർഷിക ലാഭവിഹിതം പ്രഖ്യാപിച്ചു. ദീർഘകാലാടിസ്ഥാനമാക്കിയുള്ള നയങ്ങൾ ലുലുവിന്റെ മികച്ച വളർച്ചാ നിരക്കിന്റെ പ്രതിഫലനമാണ് എന്നും നിക്ഷേപകർക്ക് മികച്ച നേട്ടം നൽകുമെന്നും ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി പ്രതികരിച്ചു. ലെ സാമ്പത്തിക വർഷത്തിൽ 71,585 കോടി രൂപയുടെ റെക്കോർഡ് വരുമാനമാണ് ലുലു റീട്ടെയിൽ സ്വന്തമാക്കിയത്. സാമ്പത്തിക വർഷത്തിലെ രണ്ടാം പകുതിയിൽ 887.58 കോടി രൂപയുടെ ലാഭവിഹിതം പ്രഖ്യാപിച്ചു. ഇതോടെ 2025 നിക്ഷേപകർക്കുള്ള ആകെ ലാഭവിഹിതം 1,785 കോടി രൂപയായി ഉയർന്നു. ഇതേ വർഷം അറ്റാദായം മികച്ച വളർച്ചാ നിരക്കാണ് ലുലു സ്വന്തമാക്കുന്നത്. വിപുലമായ വികസന പദ്ധതികളും ഇ-കൊമേഴ്സ് രംഗത്തെ മികച്ച വളർച്ചയും നേട്ടത്തിന് കരുത്തേകിയെന്നാണ് വിലയിരുത്തൽ. 2025 മാത്രം 20 പുതിയ സ്റ്റോറുകൾ ലുലു തുറന്നു. 2026-28 വർഷത്തിൽ 50 പുതിയ സ്റ്റോറുകൾ കൂടി ലുലു തുറക്കും. ലുലുവിന്റെ ഹാപ്പിനെസ് ലോയൽറ്റി മെമ്പർഷിപ്പിൽ ഉപഭോക്താക്കളുടെ എണ്ണത്തിൽ മികച്ച വർധനവുണ്ടായി. ഇ-കൊമേഴ്സ് വിൽപ്പനയിൽ മാത്രം 38.6% അധിക വളർച്ചയോടെ ആകെ 51.8% അധിക വളർച്ച നേടി. 7.3% അധിക ഓൺലൈൻ ഉപഭോക്താക്കളുടെ സാന്നിധ്യവും പ്രകടമായി. നിലവിൽ 8.4 മില്യൺ പേർ ലോയാലിറ്റി പ്രോഗ്രാം അംഗങ്ങളാണ്. വിപുലമായ വികസന പദ്ധതികളാണ് ലുലു നടപ്പിലാക്കുന്നതെന്നും നിക്ഷേപകർക്ക് ഏറ്റവും മികച്ച നേട്ടം നൽകുമെന്നും ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി വ്യക്തമാക്കി. സുസ്ഥിരമായ വളർച്ചയിലൂടെ ദീർഘകാലാടിസ്ഥാനമാക്കിയുള്ള നയങ്ങളാണ് ലുലു നടപ്പിലാക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 24 ദുബായ്. ഇസ്രായേൽ പ്രസിഡന്റിന്റെ ഓസ്ട്രേലിയൻ സന്ദർശനം മെൽബൺ തെരുവുകളെ പ്രക്ഷുബ്ധമാക്കി. ഗാസയിലെ അശാന്തമായ സാഹചര്യങ്ങളെ ചൊല്ലി ആയിരങ്ങൾ പ്രതിഷേധിച്ചപ്പോൾ അന്താരാഷ്ട്ര രാഷ്ട്രീയം ഓസ്ട്രേലിയൻ മണ്ണിൽ അലയടിച്ചു. വിശദാംശങ്ങളുമായി പെനീന മാത്യു തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഓസ്ട്രേലിയയിലെ മെൽബണിൽ ഇസ്രായേൽ രാഷ്ട്രപതി ഐസക് ഹെർസോഗ് നടത്തിയ ഔദ്യോഗിക സന്ദർശനം വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കും പൊതുപ്രതിഷേധങ്ങൾക്കും വഴിവെച്ചു. നഗരത്തിലെ ചരിത്ര പ്രസിദ്ധമായ ഫ്ലിൻഡേഴ്സ് സ്ട്രീറ്റ് സ്റ്റേഷൻ പരിസരത്ത് ആയിരക്കണക്കിന് ആളുകൾ ഒത്തുകൂടി ഗാസയിലെ നിലവിലെ സാഹചര്യങ്ങളെ ചൂണ്ടിക്കാട്ടി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയായിരുന്നു. പ്രതിഷേധക്കാർ ഇസ്രായേൽ സർക്കാരിന്റെ സൈനിക നടപടികളെ രൂക്ഷമായി വിമർശിക്കുകയും അന്താരാഷ്ട്ര സമൂഹം അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. സമാധാനപരമായ രീതിയിൽ നടന്ന ഈ റാലിയിൽ നിരവധി മനുഷ്യാവകാശ സംഘടനകളും സാമൂഹിക പ്രവർത്തകരും പങ്കെടുത്തു. സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായി വിക്ടോറിയ പോലീസ് വലിയ സന്നാഹം വിന്യസിച്ചിരുന്നു. ചില മണിക്കൂറുകൾ ഗതാഗതം തടസ്സപ്പെട്ടെങ്കിലും വലിയ അക്രമ സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെന്ന് അധികൃതർ അറിയിച്ചു. 4 ദിവസത്തെ ഓസ്ട്രേലിയ സന്ദർശനത്തിന്റെ ഭാഗമായി മെൽബണിലെത്തിയ ഹെർസോഗ് രാജ്യത്തെ യഹൂദ സമൂഹ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. ഓസ്ട്രേലിയയിൽ വർദ്ധിച്ചുവരുന്ന യഹൂദ വിരുദ്ധ പ്രവണതകൾ ആശങ്കാജനകമാണെന്നും അദ്ദേഹം പ്രസ്താവിച്ചു.
രാജ്യാന്തര രാഷ്ട്രീയ വിഷയങ്ങൾ ഓസ്ട്രേലിയൻ ആഭ്യന്തര രംഗത്തും ശക്തമായ പ്രതികരണങ്ങൾക്ക് വഴിവെക്കുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവായി ഈ പ്രതിഷേധം മാറിയിരിക്കുകയാണ്. ഓസ്ട്രേലിയയിൽ നിന്നും 24-ന് വേണ്ടി പെനീന മാത്യു. കണ്ണൂരിലെ പ്രമുഖ യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന ഷുഹൈബിന്റെ 8ാം രക്തസാക്ഷിത്വദിനത്തോടനുബന്ധിച്ച് OICC കുവൈത്ത് കണ്ണൂർ ജില്ലാ കമ്മിറ്റി അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. പ്രസിഡന്റ് ലിപിൻ മുഴക്കുന്നിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം OICC നാഷണൽ കമ്മിറ്റി വർക്കിംഗ് പ്രസിഡന്റ് BS പിള്ള ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ജനറൽ സെക്രട്ടറി ഇബ്രാഹിംകുട്ടി സ്വാഗതവും ട്രഷറർ ജോബി ആലക്കോട് നന്ദിയും രേഖപ്പെടുത്തി. ഷിയ കമ്മിറ്റി അംഗങ്ങളായ ജോബിൻ ജോസ്, വിപിൻ മങ്ങാട്, സിദ്ദീഖ് അപ്പകൻ, MA നിസാം, ബിനോയ് ചന്ദ്രൻ, ഇല്യാസ് പൊതുവാച്ചേരി, റസാഖ് ചെറുതുരുത്തി, രാമകൃഷ്ണൻ കല്ലാർ, റെജി കോരിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. 24 ന്യൂസ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ഹാഷ്മി താജ് ഇബ്രാഹിം ഖത്തർ റേഡിയോ സുനോ സന്ദർശിച്ചു. മാനേജ്മെന്റ് പ്രതിനിധികളും ജീവനക്കാരും ചേർന്ന് സ്വീകരിച്ചു. സ്കോളേഴ്സ് ആൻഡ് ബ്രില്യൻസ് സ്കൂളുകളുടെ ആനിവേഴ്സറി ആഘോഷ ഭാഗമായാണ് ഹാഷ്മി ഖത്തറിലെത്തിയത്. സൗദി അറേബ്യയിൽ മോട്ടോർ സൈക്കിൾ വഴിയുള്ള ഡെലിവറി സേവനങ്ങൾക്ക് ജനറൽ ട്രാൻസ്പോർട്ട് അതോറിറ്റി കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. വ്യക്തികൾ സ്വന്തം നിലയിൽ ഡെലിവറി നടത്തുന്നത് നിരോധിച്ചിട്ടുണ്ട്. നിയമം ലംഘിക്കുന്ന വിദേശികളെ നാടുകടത്താനും പുതിയ ഉത്തരവ് നിർദ്ദേശിക്കുന്നു. സൗദിയിലെ ലോജിസ്റ്റിക് മേഖലയെ ആധുനികവൽക്കരിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ നിയമ ഭേദഗതി. ഇനി മുതൽ ലൈസൻസ് ഉള്ള കമ്പനികൾക്ക് കീഴിലല്ലാതെ വ്യക്തികൾക്ക് ഡെലിവറി നടത്താൻ അനുവാദമില്ല. സുരക്ഷാ കാരണങ്ങളാൽ ഡെലിവറി ജീവനക്കാർ പുറത്ത് ബാഗുകൾ തൂക്കുന്നത് നിരോധിച്ചു. പകരം ബൈക്കിൽ സുരക്ഷിതമായി ഉറപ്പിച്ച ബോക്സുകൾ ഉപയോഗിക്കണം. ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് താപനില ക്രമീകരിച്ച ബോക്സുകൾ നിർബന്ധമാണ്. നിയമം ലംഘിക്കുന്ന വിദേശികളെ രാജ്യത്ത് നിന്ന് നാടുകടത്തും. ലൈസൻസ് ഇല്ലാതെ സർവീസ് നടത്തിയാൽ വൻകിട സ്ഥാപനങ്ങൾക്ക് 28,800 റിയാലും വ്യക്തികൾക്ക് 16,800 റിയാലും പിഴ ചുമത്തും. ഒരു വർഷത്തിനുള്ളിൽ കുറ്റം ആവർത്തിച്ചാൽ പിഴ 5 ഇരട്ടിയായി വർദ്ധിക്കും. ഇതിനു പുറമെ 60 ദിവസം വരെ ബൈക്കുകൾ കണ്ടുകെട്ടാനും നിയമം വ്യവസ്ഥ ചെയ്യുന്നു. 4 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ബൈക്കുകൾ സർവീസിന് ഉപയോഗിക്കാൻ പാടില്ല. ഡ്രൈവർമാർക്ക് പ്രൊഫഷണൽ ഡ്രൈവർ കാർഡും പ്രത്യേക യൂണിഫോമും നിർബന്ധമാക്കിയിട്ടുണ്ട്. ഓരോ 50 ബൈക്കുകൾക്കും ഒരു സൗദി പൗരനെ സൂപ്പർവൈസറായി നിയമിക്കണം. ഉപഭോക്താക്കളുടെ വിവരങ്ങൾ ചോർത്തുന്നതും ബൈക്കിൽ യാത്രക്കാരെ കയറ്റുന്നതും ഗുരുതര നിയമലംഘനമായി കണക്കാക്കും. കുറ്റക്കാരായ കമ്പനികളുടെ ആപ്പുകൾ ബ്ലോക്ക് ചെയ്യാനും ലൈസൻസ് റദ്ദാക്കാനും അതോറിറ്റിക്ക് അധികാരമുണ്ടായിരിക്കും. എല്ലാ ഡെലിവറി നീക്കങ്ങളും ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോം വഴി അതോറിറ്റി നേരിട്ട് നിരീക്ഷിക്കും. 24 ജിദ്ദ. ലുലു ഹൈപ്പർ മാർക്കറ്റിൽ 96 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന റമദാൻ പ്രസന്റ് ഓഫറുകൾക്ക് തുടക്കം. ഷോപ്പിംഗ് മേള നടി ഭാവന ഉദ്ഘാടനം ചെയ്തു. സൗദി അറേബ്യയിൽ ഉടനീളമുള്ള ലുലു ഔട്ട്ലെറ്റുകളിൽ നിന്ന് വൻ വിലക്കുറവിൽ സാധനങ്ങൾ വാങ്ങാം. ഫെബ്രുവരി 15 മുതൽ 18 വരെയാണ് പ്രത്യേക റമദാൻ ഓഫറുകൾ ലഭ്യമാവുക. ഗ്രോസറി, ഫാഷൻ, ഇലക്ട്രോണിക്സ് എന്നിങ്ങനെ എല്ലാ വിഭാഗങ്ങളിലും വിലക്കുറവ് ലഭ്യമാണ്. 5 കുരുന്നുകൾക്ക് പുതുജീവനേകി 10 മാസം പ്രായമുള്ള ആലിൻ ഷെറിൻ എബ്രഹാം മടങ്ങുന്നു. ആലിന്റെ വൃക്കകളും കരളും മറ്റ് 2 കുട്ടികളിൽ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ പൂർത്തിയായി. വാഹനാപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച ആലിന്റെ ഹൃദയവാൽവും നേത്രപടലങ്ങളും ദാനം ചെയ്തിരുന്നു. ആലിൻ ഷെറിൻ എബ്രഹാം 10 മാസം പ്രായമുള്ള കുഞ്ഞുമാലാഖ ലോകം വിട്ടുപോയെങ്കിലും 5 പേരിൽ പുതുജീവനായി തുടിക്കും. 10 വയസ്സുള്ള കുട്ടിക്കാണ് 2 വൃക്കകളും മാറ്റിവെച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായിരുന്നു ശസ്ത്രക്രിയ. 6 മാസം പ്രായമുള്ള കുഞ്ഞിനാണ് കരൾ നൽകിയത്. തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ രാവിലെ ശസ്ത്രക്രിയ പൂർത്തിയായി. ഇന്നലെ രാത്രിയോടുകൂടി ആരംഭിച്ച 2 കുട്ടികളുടെയും ശസ്ത്രക്രിയ ഇന്ന് പുലർച്ചെയോടെയാണ് അവസാനിച്ചത്. ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തീകരിച്ചെങ്കിലും കുട്ടികളുടെ ആരോഗ്യസ്ഥിതി കൂടി സംബന്ധിച്ച ശുഭവാർത്തകൾക്കായാണ് കാത്തിരിപ്പ്. 3 മണിക്കൂർ 17 മിനിറ്റ് കൊണ്ടാണ് കൊച്ചിയിൽ നിന്ന് അവയവങ്ങൾ ഇന്നലെ രാത്രി തിരുവനന്തപുരത്ത് എത്തിച്ചത്. ഇക്കഴിഞ്ഞ 5-ന് MC റോഡിൽ പള്ളത്തുണ്ടായ അപകടത്തിലാണ് ആലിന് ഗുരുതര പരിക്കേറ്റത്. വ്യാഴാഴ്ചയാണ് മസ്തിഷ്ക മരണം സംഭവിച്ച ആലിന്റെ അവയവദാനത്തിന് മാതാപിതാക്കളായ ഷെറിനും അരുണും സന്നദ്ധത അറിയിച്ചത്. 24 തിരുവനന്തപുരം. നാട് നെഞ്ചോട് ചേർത്ത ആലിൻ ഷെറിൻ എബ്രഹാമിന് വിടചൊല്ലാനൊരുങ്ങുകയാണ് ജന്മനാട്. നാളെ പത്തനംതിട്ട മല്ലപ്പള്ളിക്ക് സമീപം നെടുങ്കാടപ്പള്ളിയിലെ സെയിന്റ് തോമസ് CSI പള്ളി സെമിത്തേരിയിലാണ് സംസ്കാരം. ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാര ചടങ്ങ് നടക്കുക. ആലിൻ ഷെറിൻ എബ്രഹാം പിച്ച വെച്ചു തുടങ്ങിയ വീട്ടിൽ കണ്ണീരുണങ്ങുന്നില്ല. ഓർമ്മകളിൽ നിറയെ ചിരിയും കളിയും കുഞ്ഞുകരച്ചിലും.
മറ്റുള്ളവർക്ക് പുതുജീവനയേകി ലോകത്തോട് വിട പറഞ്ഞ ആലിന് ആദരാഞ്ജലി അർപ്പിക്കാൻ പത്തനംതിട്ട മല്ലപ്പള്ളിയിലെ വാലുമണ്ണിൽ വീട്ടിലേക്ക് നിരവധി പേരാണ് എത്തുന്നത്. സങ്കടം സഹിക്കാൻ കഴിയുന്നില്ലെങ്കിലും 5 മക്കളെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാൻ കഴിഞ്ഞതിലുള്ള ആശ്വാസം കുടുംബത്തിന്റെ വാക്കുകളിൽ. അപ്പം ഞങ്ങളുടെ ഒരു കുട്ടി പോകുമെന്നുള്ള ഉറപ്പായിരുന്നു. അതുപോലുള്ള ആക്സിഡൻറ്റും അതുപോലുള്ള അവസ്ഥയുമായിരുന്നു. 7-8 ദിവസമായിട്ട് ഒരേ കണ്ണുപോലും തുറക്കാതെ കിടക്കുകയായിരുന്നു. അപ്പം ഇപ്പം ഞങ്ങളുടെ ഒരു കുട്ടി പോയാലും ഞങ്ങൾക്ക് 5 കുട്ടികളെ കിട്ടിയെന്നുള്ളതാണ്. കുഞ്ഞു വേർപിരിഞ്ഞതിന്റെ തീരാനോവിനിടയിലും അവയവങ്ങൾ ദാനം ചെയ്യാൻ തയ്യാറായ ആലിന്റെ മാതാപിതാക്കളുടെ തീരുമാനത്തെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങിയവർ പ്രശംസിച്ചു. ഔദ്യോഗിക ബഹുമതികളോടെ നാളെ നാട് ആലിന് വിട നൽകും. നാളെ വീട്ടിൽ പൊതുദർശനം. വൈകിട്ടോടെ നെടുങ്ങാടപ്പള്ളി സെയിന്റ് മേരീസ് CSI പള്ളി സെമിത്തേരിയിലാണ് സംസ്കാരം. 24 തിരുവനന്തപുരം. 3 നാൾ നീളുന്ന മീഞ്ചന്ത ഗവൺമെന്റ് ആർട്സ് കോളേജ് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ 2ാം പതിപ്പിന് തുടക്കം. മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് സർക്കാർ കോളേജ് സംഘടിപ്പിക്കുന്ന ഏക സാഹിത്യ ഉത്സവമാണിത്. മന്ത്രി PA മുഹമ്മദ് റിയാസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വളരെ മാതൃകാപരമായി ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിന് തയ്യാറായ ആർട്സ് കോളേജിന്റെ യൂണിയൻ, പ്രിൻസിപ്പാൾ ഉൾപ്പെടെയുള്ള ഫാക്കൽറ്റി എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി സന്തോഷപൂർവ്വം അറിയിക്കുന്നു. 3 ദിവസമായി 15 സെഷനുകളിൽ സംവാദവും ചർച്ചകളും അരങ്ങേറും. ഗോപാൽ ഗുരു, ജ്യോതിർമയി ശർമ്മ, ഡോക്ടർ TM തോമസ് ഐസക്, സുനിൽ P ഇളയിടം തുടങ്ങിയവർ പങ്കെടുക്കും. സത്യാനന്തര കാലത്തെ മാധ്യമപ്രവർത്തനം എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിൽ 24 അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടം, PV ജിജോ, അപർണ കാർത്തിക തുടങ്ങിയവർ പങ്കെടുത്തു. കോഴിക്കോട് മേയർ O സദാശിവൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അഹമ്മദ് ദേവർകോവിൽ MLA, എഴുത്തുകാരൻ KP രാമനുണ്ണി തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. 24 കോഴിക്കോട്. നിയമലംഘനം നടത്തി സ്കൂട്ടർ ഓടിച്ചെത്തിയ ആളെ തടഞ്ഞ പ്രഭാവതി അമ്മയെ ആദരിച്ച മോട്ടോർ വാഹന വകുപ്പിന്റെ മോട്ടു ആന. കോഴിക്കോട് എരഞ്ഞിപ്പാലത്തെ പ്രഭാവതി അമ്മയുടെ വീട്ടിലെത്തിയാണ് മോട്ടു ആദരിച്ചത്. തുടർന്ന് ഇരുവരും ഒരുമിച്ച് റോഡിൽ ബോധവൽക്കരണവും നടത്തി. തിരുവനന്തപുരത്ത് നിന്നാണ് മോട്ടു ആന പ്രഭാവതി അമ്മയെ ആദരിക്കാനെത്തിയത്. നടപ്പാത കയ്യേറി വാഹനമോടിച്ച ആളെ തടഞ്ഞ പ്രഭാവതിക്ക് മോട്ടുവിന്റെ ആദരം. മോട്ടോർ വാഹന വകുപ്പിന്റെ ആദരവിനോട് പ്രഭാവതിക്ക് പറയാനുള്ളത് ഇതാണ്: നമുക്കിത് സമൂഹത്തിന്റെ മുന്നിൽ എത്തിക്കാനും അതുവഴി സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനും കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യം. തുടർന്ന് ഇരുവരും എരിഞ്ഞിപ്പാലത്തേക്ക്. അവിടെ ഹെൽമറ്റ് വെച്ച് യാത്ര ചെയ്ത അമ്മയ്ക്കും മകൾക്കും മോട്ടുവിന്റെ സ്നേഹ സമ്മാനം. ഹെൽമറ്റ് വെക്കാതെ വന്ന ബൈക്ക് യാത്രക്കാരെയും മോട്ടുവും പ്രഭാവതിയമ്മയും വെറുതെ വിട്ടില്ല. ഗതാഗത നിയമലംഘകർക്ക് തുടക്കത്തിൽ മോട്ടു ഉപദേശവും ഒപ്പം തന്നെ ഈ ചെറിയ കഥ കൊണ്ടുള്ള ഒരു അടിയുമാണ് നൽകുന്നത്. പക്ഷേ ഇനിയുള്ള ദിവസങ്ങളിൽ ഗതാഗത നിയമം കർശനമായി തന്നെ നടപ്പിലാക്കാനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം. മോട്ടുവിനും ജയൻ കല്ലേശ്ശേരിക്കൊപ്പം അജി കുഞ്ഞുമോൻ, 24 കോഴിക്കോട്. കേന്ദ്ര ബജറ്റിൽ അവഗണനയെന്ന വിമർശനങ്ങളിൽ പ്രതികരണവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും BJP നേതാവ് D പുരന്തേശ്വരിയും. ആമകളുടെ പ്രയോജനം കേരളം കാണാൻ പോകുന്നതേ ഉള്ളൂ എന്നാണ് നേതാക്കളുടെ മറുപടി. അതിനിടെ റെയിൽവേ മന്ത്രാലയത്തെ പുകഴ്ത്തി കൊല്ലം MP NK പ്രേമചന്ദ്രൻ രംഗത്തെത്തി. കേന്ദ്ര ബജറ്റിൽ കാത്തിരുന്ന വൻ പ്രഖ്യാപനങ്ങളില്ലാതെ കടലാമ സംരക്ഷണ പദ്ധതിയിൽ കേരളത്തെ ഉൾപ്പെടുത്തിയതിൽ വലിയ വിമർശനമുയർന്നിരുന്നു. ഇതിന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മറുപടി ഇങ്ങനെ: ഒന്നും കിട്ടിയില്ല എന്ന് നെഞ്ചത്ത് കൈവച്ച് പറയുവാൻ ഒരു രാഷ്ട്രീയ ശാസ്ത്രത്തിനും ഒരു രാഷ്ട്രീയ പ്രവർത്തകനും സാധിക്കില്ല എന്നുള്ളത് ഒരു വലിയ സത്യമാണ്. ആമയുടെയും ആമയുടെ മുട്ടയുടെയും ഒക്കെ കാര്യം, തേങ്ങയുടെയും കാര്യങ്ങളൊക്കെ വരും വഴിയെ എല്ലാവരുടെയും ജീവിതാനുഭവത്തിലേക്ക് പകർന്നെടുക്കാൻ സാധിക്കും. കേന്ദ്ര ബജറ്റിലെ കടലാമ സംരക്ഷണ പദ്ധതി പ്രഖ്യാപനത്തിൽ BJP നേതാവ് D പുരന്തേശ്വരി കോഴിക്കോടും വിശദീകരണം നടത്തി. ആമകൾ സംസ്ഥാനത്ത് വലിയ വരുമാനം കൊണ്ടുവരും. കേരളത്തിന് സാധ്യത ഉപയോഗിക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ലെന്നും D പുരന്തേശ്വരിയുടെ ചോദ്യം. When I talk of tourism, about the turtle trail, turtles, they actually bring in so much of revenue. They actually have created a tourism with turtles. So why cannot Kerala exploit it? You have a wonderful opportunity here. ഇതിനിടെ അനിതര സാധാരണമായ വികസന പ്രവർത്തനങ്ങളാണ് കേരളത്തിലും രാജ്യത്തും നടക്കുന്നതെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തെ പുകഴ്ത്തി NK പ്രേമചന്ദ്രനും രംഗത്ത് വന്നു. ഈ പദ്ധതി നമുക്ക് സംഭാവന ചെയ്ത അല്ലെങ്കിൽ നമുക്ക് നൽകിയ ബഹുമാനപ്പെട്ട കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെ ചുമതല വഹിക്കുന്ന ബഹുമാനപ്പെട്ട ശ്രീ അശ്വിനി വൈഷ്ണവ്, കേന്ദ്ര ഗവൺമെന്റ് സഹായകരമായ നിലപാട് സ്വീകരിക്കുന്ന പ്രിയപ്പെട്ട ശ്രീ സുരേഷ് ഗോപി അടക്കമുള്ള ബന്ധപ്പെട്ട എല്ലാവരോടും എല്ലാവിധമായ ആശംസകളും നേർന്ന് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.
കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെ മൾട്ടി ലെവൽ പാർക്കിംഗ് സംവിധാനത്തിന്റെ ഉദ്ഘാടന വേദിയിലാണ് NK പ്രേമചന്ദ്രന്റെ പരാമർശം. സുരേഷ് ഗോപിയാണ് പാർക്കിംഗ് സംവിധാനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. 24 കൊല്ലം. 2020 ലോകകപ്പിലെ മത്സരത്തിൽ പാകിസ്ഥാൻ താരങ്ങൾക്ക് കൈ കൊടുക്കുന്നതിൽ സസ്പെൻസ് തുടർന്ന ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവ്. 24 മണിക്കൂർ കാത്തിരിക്കുമെന്നും ടോസ് സമയത്ത് സസ്പെൻസ് പൊളിക്കുമെന്നും സൂര്യകുമാർ യാദവ് മത്സരത്തിന് മുന്നോടിയായുള്ള വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. कल कर देता हूँ ना ब्रेक सस्पेंस. अभी तो बताया मैंने उनको 24 घंटे आप रुक जाओ, अच्छा गेम खेलेंगे, फिर गेम के बाद अभी इम्पोर्टेंट क्या है आप बताओ. कल गेम इम्पोर्टेंट है, पहले गेम खेलेंगे, उसके बाद टॉस 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 का टॉस पे देखेंगे ना. अभी आप रुक जाओ ना 24 घंटा. ഇന്നത്തെ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ശുഭരാത്രി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.